ഇതിനകത്ത് ഈ സംഘർഷം ഇത്രയും വലിയ സംഘർഷം വേണമെന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്ക് അതിനോട് യോജിപ്പില്ല. അത്രയും സംഘർഷം. പക്ഷെ ആ സംഘർഷമൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. ഒരാശയം അതിനകത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒരു അമ്മ പറ്റ മക്കളാണ്. ഞാൻ ആ ആശയമാണ് കാണുന്നത്. അത് ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല, ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും വിമർശിക്കുന്നുണ്ട്. ആരെയും വിമർശിക്കാത്ത അതിനകത്ത് എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അത് കൂടിയും കുറഞ്ഞും കാണും. അത്രയും അതിനെ കണ്ടാൽ മതി. അപ്പൊ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇല്ലില്ല, അത് വന്നില്ല. അപ്പൊ ഇറങ്ങിയ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ കണ്ടത്. ഇനിയും അത് പിന്നെ കാണത്തുള്ളായിരിക്കും, എനിക്കറിയില്ല. ഇപ്പൊ അത് നല്ല തരത്തിൽ അതിന്റെ അവര് 3 മണിക്കൂറും അത് ഭംഗിയായിട്ട് തന്നെ കാണുന്നു. മറ്റൊരു കാര്യം, ഈ KCBC ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് എല്ലാ MP-മാർക്കും വഖഫ് അമെന്റ്മെന്റ് ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മറുപടി പറയേണ്ട പ്രശ്നമല്ല. അതിനൊരു മന്ത്രിയുണ്ട്, അതിനൊരു സംവിധാനമുണ്ട്. അത് അവര് പറയണം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിച്ച് വിവാദം ഉണ്ടാകും. അല്ലല്ല, ഞാൻ പറഞ്ഞ ഈ അടിപിടി ഒത്തിരി കാണുമ്പോൾ നമുക്കൊരു അത് ചില അടി കൂടിയിട്ടുണ്ട്. അതിനകത്ത് ചില കൂടുതലാന്ന് എനിക്ക് തോന്നി. ചിലർക്ക് അത് ഇഷ്ടമാണ്. അത് ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ ഭാഗമല്ല. ഇപ്പം പല സീനുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അത്രയും വേണമെന്നുള്ളത്. ഇപ്പൊ തോക്കയിലിരിക്കുമ്പോ പിന്നെ പിച്ചാത്തി കൊണ്ട് കുത്തേണ്ട കാര്യമില്ല. തോക്ക് വെച്ച് വെടി വെച്ചാൽ പോലെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ സിനിമ അയക്കുന്നതിന് മോശമുള്ളതല്ല. അത്രയും കൂടുതൽ കുറച്ചുകൂടി സംഘർഷം കുറയ്ക്കായിരുന്നു. പക്ഷെ അതൊന്നും അല്ല വിഷയം. ഇന്ന് വർത്തമാനകാലത്ത് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ആശയം ധൈര്യപൂർവ്വം നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചു. കേരളത്തിന് പുറത്താണെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതിന് ധൈര്യമുള്ള ആരും വരുകയില്ല. ഇന്ന് കേരളത്തിൽ അതിന് മുൻകൈ എടുത്ത അവരെ അഭിവാദ്യം ചെയ്തേ പറ്റും. അതുകൊണ്ട് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. കേരളത്തിലെ എല്ലാ ആളുകളും ഈ സിനിമ കാണണം. അത് കലയായിട്ട് കണ്ട് ആസ്വദിക്കുക.